വൈഷ്ണവ ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുക അല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ സ്കൂളിന് ഒരുപാട് നേട്ടങ്ങൾ. എല്ലാ വർഷവും വൈഷ്ണവിന്റെ ഒരു പ്രൈസ് നമുക്കുണ്ടാവും അല്ലേ? അപ്പൊ വൈഷ്ണവ ഈ വർഷം പോകുന്നതിന് നമുക്ക് സങ്കടമാണ്. കാരണം എന്താ, അടുത്ത വർഷം നമുക്ക് വൈഷ്ണവിന്റെ സമ്മാനം കിട്ടില്ല. പക്ഷേ അവര് പഠിക്കണ്ടേ, 7ാം ക്ലാസ് പഠിക്കണ്ടേ? നമുക്കിവിടെ 8ാം ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിർത്തിയേനെ. വൈഷ്ണവിന് ഇടത്തില്ലായിരുന്നു. അപ്പൊ 8ാം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് വേറൊരു സ്കൂളിൽ പോയേ പറ്റും അല്ലേ? അപ്പോൾ വൈഷ്ണവ് വരച്ച ചിത്രങ്ങളാണ് ഇവിടെ. അപ്പോൾ ആ ചിത്ര പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ നമ്മുടെ PTA പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന ആളല്ലേ ഇത്? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നിങ്ങൾ 7ാം ക്ലാസ്സുകാരല്ലേ? വൈഷ്ണവിന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളില്ലേ ഇവിടെ? നമ്മൾ LKG മുതൽ ഇവിടെ പഠിക്കുന്നവർ തന്നെയല്ലേ? അപ്പോൾ ഇത്രയും വർഷമായിട്ട് വൈഷ്ണവ് വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ ടീച്ചർ പറഞ്ഞതുപോലെ ഈ വർഷം തീരുവാണ്. ഈ വർഷം കൂടെ വൈഷ്ണവ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വൈഷ്ണവിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് നല്ല രീതിയിൽ വൈഷ്ണവിനെ പ്രോത്സാഹിപ്പിക്കുക എന്നോട് പറയുന്നു. വൈഷ്ണവിന് ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഒരു ചിത്ര പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായാണ്. ഹായ് കൂട്ടുകാരെ, നാളെ തൊട്ട് പരീക്ഷ തുടങ്ങുകയാണ്. അതുകൊണ്ട് ചേട്ടൻ 7ാം ക്ലാസ് വരെ മംഗൾ സ്കൂളിൽ ഉള്ളൂ. അത് കഴിയുമ്പോൾ കുമ്മൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ചേട്ടൻ വരച്ച ചിത്രങ്ങൾ ഇവിടെ കൊണ്ട് എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ചിത്രങ്ങളും മംഗൾ സ്കൂളിൽ വെച്ചു. എല്ലാ കുട്ടികളും അമ്മമാരും ടീച്ചർമാരും കാണാൻ വന്നു. എൻ്റെ കൂട്ടുകാരികളും വന്നു. എല്ലാവർക്കും എൻ്റെ ചിത്രം ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ പറയുകയാണ്, എൻ്റെ ചേട്ടൻ വരച്ച ചിത്രങ്ങൾ എനിക്ക് വേണമെന്ന്. എല്ലാവർക്കും ഇഷ്ടമായല്ലോ എന്നും പറഞ്ഞ് എനിക്ക് സന്തോഷം തോന്നി. ആദ്യമേ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ചേട്ടനെ അച്ഛമ്മ ടീച്ചർ വിളിച്ചപ്പം. നിങ്ങൾക്ക് എല്ലാവർക്കും ചിത്രം ഇഷ്ടപ്പെട്ടോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും എൻ്റെ ചേട്ടന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.